പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറണമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ദംശനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ നൽകിയ വാഗ്ദാനമാണ്. സർ, നിങ്ങളുടെ പ്രകടന പത്രികയ്ക്ക് നിങ്ങൾ കടലാസിന്റെ വില പോലും നൽകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തില് പോലീസ് മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം തനിയാവർത്തനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിലയിലുള്ള കഥകളാണ് സാർ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാറ്, നിങ്ങൾ നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം തന്നെ 42 പരാതികൾ 2024 ജൂലൈ വരെ വന്നു. വരാത്ത പരാതികൾ ഇതിനേക്കാൾ ഏറെയാണ്. 9 വർഷത്തിനിടയിൽ 17 കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. സാർ, ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പോലീസ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്ത് വൃത്തികേട് ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടുമെന്നൊരു ഉറപ്പ് ഇന്ന് പോലീസിലെ ക്രിമിനൽസിന് ഉണ്ട് എന്നുള്ളതാണ്. പോലീസിലെ ഏതാനും ക്രിമിനൽസ്, എല്ലാവരും ആക്ഷേപിക്കുകയല്ല, ഏതാനും ക്രിമിനൽസിൽ ഉണ്ട് എന്നുള്ളതാണ്. സാർ, ഇന്ന് ഈ മർദ്ദനത്തിന് വിധേയരായ എല്ലാ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. റോജി ഇവിടെ ഒരുപാട് കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഇവരാരും ഭീകരന്മാരോ കൊലപാതകങ്ങളോ കവർച്ചക്കാരോ ഒന്നുമല്ല. നിസാരമായ തർക്കങ്ങളുടെ പേരിൽ, സംശയങ്ങളുടെ പേരിൽ പോലീസ് കൊണ്ടുവന്നവരാണ്. അവരെയാണ് ഈ ഭീകരമായ മർദ്ദനത്തിന് വിധേയരാക്കുന്നത്. ബിരിയാണിയുടെ പേരിൽ കരണമടിച്ചു പൊട്ടിക്കുന്ന പോലീസായി കേരളത്തിന്റെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളത് എത്ര മോശമായ സാഹചര്യമാണ് സാർ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനാപരമായി ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ് സാർ? സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിന്റെ ഭാഗമായ പോലീസാണ് ഇന്ന് ഈ അട്രോസിറ്റീസിന് മുഴുവനും ഇന്ന് കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പിരിച്ചുവിടണം. എന്ത് പ്രയോജനമുണ്ട് സാർ ഈ അതോറിറ്റിയെ കുറിച്ച്? അവർക്കൊരു ശുപാർശ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നൽകിക്കൊണ്ടുവന്നിരിക്കുന്ന പരാതികളുടെ എണ്ണം തന്നെ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് വരുന്ന പരാതികളുടെ എണ്ണം തന്നെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കാരണം പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ആരോടാണ് സാർ പരാതി പറയാൻ കഴിയുന്നത്? ഈ പരാതി പറഞ്ഞാൽ എന്ത് നടപടി എടുക്കാൻ കഴിയും സാർ? ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഇവർക്ക് സ്ഥലമാറ്റം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് അവർക്കെതിരെ നടപടിയല്ല. അവർക്കെതിരെയുള്ള സസ്പെൻഷനോ ഡിസ്മിസലോ അടക്കമുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. CCTV നമ്മൾ കണ്ടതാണ്. അതിഭീകരമായ അവസ്ഥയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ശ്രീ ചന്ദ്രശേഖരൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ആധുനിക കാലത്ത് ഏത് വെല്ലുവിളിയെയും നേരിടാൻ കഴിയുന്ന പോലീസാണ്, അത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, ഈ കുറ്റാന്വേഷണ മികവിൽ കേരളത്തിലെ പോലീസ് ഒന്നാമതാണ് എന്ന് ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ദിവസം ഒട്ടേറെ കേസുകളിൽ ദീർഘകാലമായി കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയാത്ത കേസുകൾ, കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തി അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. സർ, പോലീസ് നയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം എന്ന് പറയുന്നത് ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന നയമാണ്. ആ നയം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് സേനയിലെ അംഗങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിന്റെ സംരക്ഷണത്തിന്, കേരളത്തിലുണ്ടായിട്ടുള്ള ദുരന്ത കാലങ്ങളിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് എല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോവിഡ് കാലത്തെ പോലീസ് സേനയുടെ സേവനം. അതുപോലെ തന്നെ നമ്മുടെ പ്രളയകാലത്തെ 2018 പ്രളയകാലത്തുണ്ടായ പോലീസ് സേനയുടെ സമീപനം, ചൂരൽമല ഉൾപ്പെടെ സമീപകാലത്തുണ്ടായ ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ ജനകീയമായ ജനങ്ങളുടെ ഇടപെടലിനോടൊപ്പം പോലീസ് സേനയുടെ സംരക്ഷണ ചുമതലയോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. സാർ, ലഹരി മയക്കുമരുന്ന് മാഫിയകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ സമീപകാലത്ത് അതിൻ്റെ പേര് കേരളത്തിൽ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സർ, അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ 2016 തുടർന്നുള്ള വർഷങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഒന്നുപോലും ഉണ്ടായിട്ടില്ല എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ ഒരു വർഗീയ സംഘർഷത്തിനുള്ള ഒരു ശ്രമവും നടത്താൻ ആർക്കും കഴിയുന്നില്ല. വളരെ സംഘടിതമായി പോലീസ് സേന ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത് കഴിഞ്ഞ 2012-13 കാലത്ത് അന്ന് കാഞ്ഞങ്ങാട് മേഖലയുണ്ടായ വർഗീയ സംഘർഷം, അതാണ് സമീപകാലത്ത്
10-15 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടെന്ന് സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ വർഗീയ സംഘർഷത്തെ നിയന്ത്രിക്കണമെന്ന പേരിൽ അതിൽ ഇടപെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സേനയിൽ പുതിയ തലമുറയെ വളരെ ബോധപൂർവം ഒരു ഉത്തരവാദിത്വമുള്ള പൗരബോധത്തോടു കൂടിയുള്ള ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കാൻ SPC ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ SPC അതിലൂടെ വളർന്നു വന്നിട്ടുള്ള പുതിയ ചെറുപ്പക്കാരും അവരുടെ പുതിയ ബോധവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ളത് ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ അങ്ങിങ്ങായി കാണുന്ന ഏറ്റവും ചെറിയ പുഴുക്കുത്തുകൾ തീർച്ചയായും പോലീസ് സേനക്കകത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ ഓരോന്നും ഇവിടെ എണ്ണി പറയാൻ നമുക്ക് കഴിയും. എത്ര ആളുകളെയാണ് സർ പോലീസ് സേനയിൽ നിന്ന് ഇപ്പോൾ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നത്? ഏത് കാലത്താണ് ഇത്ര ആളുകളെ പോലീസ് സേനയിൽ നിന്ന് അക്രമത്തിന്റെ പേരിൽ, ധിക്കാരത്തിന്റെ പേരിൽ, അവർ കാണിച്ച കൊള്ളരുതായ്മയുടെ പേരിൽ എപ്പോഴാണ് ഇതിനു മുമ്പ് പിരിച്ചുവിട്ടിട്ടുള്ളത്? അന്നെല്ലാം അവര് സംരക്ഷണം നൽകിയതിന്റെ എത്ര തെളിവുകളാണ് സർ നമ്മുടെ മുമ്പിലുള്ളത്? ഓരോ കാലഘട്ടത്തെയും പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ സാധാരണഗതിയിൽ ഇത്തരം ചർച്ചയുടെ വേദിയിൽ പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന സംസാരങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കാലത്തേത് എടുത്തു പറയാനുള്ള അവസരമുണ്ടാക്കുന്നു എന്നതാണ് ഇതിൽ ഈ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, മുത്തങ്ങ സമരം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു ജോഗിക്ക് നേരെ, ജോഗിയെ വെടിവെച്ച് ജോഗി മരിച്ചതിന്റെ കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അവിടെ ക്രൂരമായി നടന്ന അന്നത്തെ അക്രമങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ സർ? അതുപോലെ തന്നെ അങ്ങനെ കൊല ചെയ്യപ്പെട്ട ജോഗിയുടെ സഹോദരിക്ക് ജോലി കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വേണ്ടി വന്നു എന്നത് അറിയാവുന്ന കാര്യമല്ലേ സാർ? ഇതിനു മുമ്പ് ആരെങ്കിലും അത്തരം ഒരു കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഗവൺമെന്റിന് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവുമേറെ സഹതാപമർഹിക്കുന്ന പ്രശ്നങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്ന് മാതൃകാപരമായി തെളിയിക്കുന്ന നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. സർ, 2012-13 കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. അന്ന് ഷോക്കടിപ്പിച്ച് പിടഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ കണ്ട് രസിച്ചു തുള്ളിയ പോലീസുകാരുണ്ടായിട്ടില്ലേ സാർ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സേനക്കകത്തുള്ള ഇത്തരം ക്രിമിനലുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുണ്ടാക്കുന്ന ഭീഷണിയും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഷോക്കടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ പിടഞ്ഞു വീണ് കരയുന്ന ആളുകളെ കണ്ട് ചിരിച്ച പോലീസ് ഓഫീസർമാർ, പോലീസ് മേധാവികൾ ഉൾപ്പെടെ ഉള്ള